ഹായ്, ദിസ് ഇസ് മോട്ടോ ഫിൻഷർ. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വണ്ടി റിവ്യൂ ചെയ്യുക കേട്ടോ. ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ അധികം കമൻറ്റുകൾ കറക്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഏതാണെന്ന് റിവ്യൂ ചെയ്യുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി, സ്കോർപിയോ. എറണാകുളത്തെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. 2006 മോഡലാണ്. ടർബോ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് കേട്ടോ. ടർബോയുടെ സൗണ്ടൊക്കെ നമ്മൾ കേൾപ്പിച്ചു തരാം കേട്ടോ. മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഇത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അതൊക്കെയാണ് സൈഡ് വ്യൂ. സൈഡ് വ്യൂ ആണിത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ കിടക്കുന്ന ആളുടെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം. ഇതാണ് ഞാനെടുത്ത നമ്മുടെ വണ്ടി കേട്ടോ, സ്കോർപിയോ. വേറെ നാളത്തെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം 8-9 വയസ്സ് തൊട്ടുള്ള ഡ്രീമാണ് കേട്ടോ. അതെ, ഈ ടർബോ ആണ് നിങ്ങൾ ആ വീഡിയോ കണ്ടത്, ഷോർട്ട് വീഡിയോ കണ്ടത്. ടർബോ ഇതാണ് കേട്ടോ, സ്കോർപിയോ SLX CRDE 2.6 ടർബോ. ഫാൻസി നമ്പറാണോ എന്ന് ചോദിച്ചാൽ വേണേൽ ഫാൻസി എന്ന് പറയാം. എനിക്ക് ഈ മുകളിലോട്ട് ലൈറ്റുള്ള ടൈപ്പ് എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, അങ്ങനെ വരുമ്പോൾ ഒരു നോർമൽ ലുക്കായി പോകുമോ എന്നുള്ളൊരിതുണ്ട്. ഇതാകുമ്പോൾ ഒരു ജിമ്മൻ ലുക്ക് പോലെ ഉണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സും ചോദിച്ചവരെല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ടയർ സൈസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക്. ഒന്നെങ്കിൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും പറയണം. പിന്നെ ആകെ പൊടി അഴുക്കുവാണ്, അറിയാമല്ലോ, നമ്മുടെ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ക്ലീൻ ചെയ്തിടാൻ പറ്റത്തില്ല. കേട്ടെ, ജസ്റ്റ് അവനെയും കൊണ്ടൊന്ന് കാണിച്ചില്ല കേട്ടോ. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഞാൻ എന്തായാലും വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. വാ, കീ ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറയുന്നതാണ് കേട്ടോ. പിന്നെ കീ ഇടുമ്പോൾ വെൽക്കം ടു സ്കോർപിയോ ഒക്കെ പറയും. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി അതിൽ നിന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഒരു തവണ ഇത് കേൾക്കുള്ളൂ. വോയിസ് മെയിലുള്ള വണ്ടിയാണ് കേട്ടോ. അതാണ് അങ്ങനെ കേൾക്കുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ബാക്ക് വൈപ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്. ഈ സ്കോർപിയോയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാത്തവരുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ആ ബ്രാൻഡുകളിലേക്ക് മാത്രം അത് ആഗ്രഹമായിട്ട് നടക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്കറിയാൻ വേണ്ടി പറയണം കേട്ടോ. ഈ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഡോർ ഓപ്പൺ ആണെങ്കിൽ റിസർവ് ആകുമ്പോൾ വണ്ടി ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. Welcome to the Scorpio, your dream vehicle. Your car is a powerful vehicle. Please drive it carefully. ഞാൻ ടർബോ ഓണാക്കി തരാം. എഞ്ചിൻ സൗണ്ട് ഇതാണ്. ടർബോ ആണ്, ഈ വിസിലടിക്കുന്നതാണ് ടർബോ. ടർബോ ഒക്കെ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. നമ്മുടെ ഡീസലിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. അത്യാവശ്യം മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട്. മഹീന്ദ്രയിലൊക്കെ കയറ്റിയതാണ്. അതെല്ലാം പറഞ്ഞാൽ കുഴപ്പമില്ല, കണ്ടീഷനൊന്നും കുഴപ്പമില്ല. ഓടിച്ചിട്ടും എനിക്ക് അപാകതയൊന്നും തോന്നുന്നില്ല കേട്ടോ. വണ്ടി നന്നായിട്ട് കയറും കേട്ടോ, നന്നായിട്ട് വലിയ കയറും. ടർബോ ഓണാകുമ്പോൾ നമുക്ക് കിക്കാണ്. മറ്റേ KTMൻ്റെ BS3യുടെ സൗണ്ട് പറയുന്നതല്ല. പക്ഷേ സേഫായിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പോക്കറ്റ് കയറും. അപ്പം ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് ഭയങ്കര സന്തോഷമാവും. അത് മറ്റ് വീഡിയോയിലൊക്കെ പറയുന്ന പോലെ വണ്ടികളെ കൊള്ളാം ചേട്ടാ, വണ്ടി കൊള്ളാം എന്ന് പറയുമ്പോൾ ആ കമൻറ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് വൈഡിൽ കാണിച്ചു തരാം വണ്ടി ലുക്ക്. നമ്മൾ കുറച്ചുകൂടെ ഓവറോൾ ലുക്ക് ഫുള്ളായിട്ട് കിട്ടുമായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ഉണ്ടല്ലേ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അഭിമാനത്തോടെ നോക്കത്തില്ലേ, ഞാൻ അങ്ങനെ എടുത്തില്ല. ഇപ്പോഴും നാണ്ട് ഈ ക്യാമറ കൂടെ അങ്ങനെയാണ് നോക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് വണ്ടികളോട്. പിന്നെ നമ്മുടെ വണ്ടി ഇല്ലീഗലായിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടിക്ക് കാരണം നമ്മളെപ്പോലുള്ള പാമ്പിടിച്ചവന്മാർ വർഷങ്ങളോളം ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. MVD കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം തെറ്റാണ് അവർ കാണിച്ചത്. ഞാൻ ആടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എനിക്ക് അതിൻ്റെ കാര്യമില്ല.
പക്ഷേ പുള്ളി പഴയൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്ക് വ്ളോഗ്സിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടാക്കിയ പുള്ളിക്കാരൻ കയറിയിട്ട് 2000 രൂപയ്ക്കാണോ നിക്ക് ബ്രോ ഡീസൽ അടിക്കുന്നത്, അപ്പോൾ വണ്ടിയിൽ എത്ര രൂപയ്ക്കാണ് അടിക്കുന്നത്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഒരു കാറില്ലാത്തവൻ്റെ വാക്കാന്ന് ഓർക്കണോ. എന്നിട്ട് പുള്ളി 3-4 കാറൊക്കെ എടുത്ത് ഇപ്പം നല്ല സെറ്റിലായതായിരുന്നു ആ സമയത്ത്. എന്നിട്ട് പുള്ളി അത് മറന്നുപോയി. അത് മറന്നു പോയിട്ടാണ് പുറത്തുള്ള സ്വപ്നമാണ് ഒരു മാരുതി 800. ഞാൻ 800 താത്തു പറഞ്ഞല്ലേ, എൻ്റെ കയ്യിലുണ്ട് 800 കേട്ടോ. എൻ്റെ കയ്യിൽ 800 ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ താഴ്ത്തി പറഞ്ഞതല്ല. ഇപ്പം ഇച്ചിരി വിലക്കുറവ് അഫോർഡബിളായിട്ട് കിട്ടുന്നൊരു വണ്ടിയാണ് 800. അത്യാവശ്യം കൊണ്ട് നടക്കാൻ ഫാൻ ബേസ് ഉണ്ട്, അടിപൊളി ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് മാരുതി 800. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പലരും ആഗ്രഹിച്ചിട്ട് അല്ലേ, പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു 800എങ്കിലും ചെറിയൊരു വണ്ടിയെങ്കിലും എടുക്കണം. ഞാൻ 800ആണ് ആദ്യം എടുത്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത്രയും നല്ലൊരു വണ്ടി ടാറ്റ സഫാരി നശിപ്പിക്കുമ്പം നമുക്ക് വിഷമമുണ്ടാവും, നല്ല വിഷമമുണ്ട്. അവൻ്റെ അഹങ്കാരം കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കുമാണ് പണി കിട്ടിയേക്കുന്നത് അല്ലേ. ആഗ്രഹത്തിൻ്റെ പുറത്തല്ലേ നമ്മളെല്ലാം ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ, നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ട ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹാപ്പിയാണ് കേട്ടോ, നിങ്ങൾ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു സുന ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഡിക്കിയൊക്കെ തുറന്ന് കാണിക്കുക. ബാക്ക് സീറ്റ് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ഇൻറ്റീരിയർ ഇരിക്കുന്നത്. ഡിക്കി തുറന്ന് കാണിക്കാം കേടാ. അതിങ്ങനെയാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ലെതർ ചെയ്തേക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ബാക്കിൽ നിന്നുള്ള വ്യൂ. ഇങ്ങനെയുള്ള സീറ്റല്ല, എനിക്ക് ആ സീറ്റിന് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ള സീറ്റാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് അഡ്വാൻസ് കൊടുക്കുന്ന ടൈമിൽ പോലും എനിക്കറിയത്തില്ലായിരുന്നു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാം നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളെ തിരിച്ചാഗ്രഹിക്കുമെന്ന് പറഞ്ഞു കേട്ടില്ലേ, അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ മലപ്പുറത്തു നിന്നാണ് കേട്ടോ ഈ വണ്ടി എടുത്തത്. മലപ്പുറത്തു നിന്നാണ് എടുത്തത്. അപ്പം എനിക്കിഷ്ടപ്പെട്ട വണ്ടി, എനിക്കിഷ്ടപ്പെട്ട കേട്ടോ. എന്താ ഒരു പ്രത്യേകത എനിക്ക് തോന്നി, അത് ചിലപ്പോൾ എൻ്റെ ആ ഇഷ്ടം കൊണ്ടായിരിക്കാം. പക്ഷേ ഞാനിവിടെ എൻ്റെ വീട് ആലപ്പുഴ ഹരിപ്പാടാണ്. ഞാനിവിടെ സ്കോർപ്പിയോ ഒരുപാട് നോക്കി, ബൊലേറോ നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് എന്തുകൊണ്ടോ ഒരു തലയെടുത്ത് നിൽക്കുന്നു എന്ന് തോന്നൽ എനിക്ക് തോന്നി. അങ്ങനെ എടുത്തു. നമുക്ക് വിധിച്ചുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്, അങ്ങനല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി സംഭവം. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ആ മുത്താണ് കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്ന മുത്തിൻ്റെ വീഡിയോ ആണ് പറയണേ, അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം. കണ്ടില്ല, പൊടി അഴുക്കും കയറി കിടക്കെ. ഹൈവേയുടെ പണി തീരാതെ വണ്ടികൾക്കൊന്നും മോചനമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി. ഒരു മാസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നില്ലേ വണ്ടിയാണ്. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. എന്താണ് ഒരു ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫുൾ പവർ വിൻഡോ ആണ്, 4 ഡോറും പവർ വിൻഡോ ആണ്. കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കുറേ കാര്യങ്ങൾ തിരക്കുകളൊക്കെ ആയിപ്പോയി കേട്ടോ. വീഡിയോ എടുക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അന്ന് മഴ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിങ്ങളെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. നമ്മളെ ബൈക്കുകളെ കൊണ്ടുപോകത്തില്ലേ, പക്ഷേ ഗ്രൗണ്ടിലൊക്കെ വെള്ളമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുക, സപ്പോർട്ട് ചെയ്യുക. ഈ സപ്പോർട്ടിങ് കേസ് നമുക്ക് പവറാക്കണം. ഞാനൊരിക്കലും ടാർപ്പ കെട്ടി ഈ ഇത്രയും നാൾ വീഡിയോ കണ്ട് വളർത്തിയവരെ വണ്ടി നശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളെ കൂടി അപമാനിക്കത്തില്ല കേട്ടോ. അറിയാലോ, ഞാനെടുത്ത വണ്ടികളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ മുത്തുകളെ സെറ്റാക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയും ചതിക്കത്തില്ല. അവനെ വാഹന കമ്മ്യൂണിറ്റിയെ തന്നെ ചോദിച്ചു കേട്ടോ. എനിക്ക് വിഷമമുണ്ട്, ഞാൻ കൂടുതലൊക്കെ പറഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ദിസ് ഈസ് മോട്ടോ ഫിനിഷർ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞാനുണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ ബൈ. ഞാൻ പോകുന്നു. ബൈ.